ഹായ് അസ്സലാമു അലൈക്കും. എല്ലാരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ജോലി ഉണ്ടായിരുന്നു, അതാണ് പിന്നെ വീഡിയോസ് താമസിച്ചത്. പിന്നെ മക്കളൊക്കെ സുഖമായിട്ടിരിക്കണം. മക്കളെയും കൂടെ കൊണ്ടുപോകും ജോലിക്ക് പോകുമ്പോ. പിന്നെ കുറെ പേര് പറഞ്ഞ് എന്റെ വീഡിയോസിന് നല്ല ക്ലാരിറ്റി ഉണ്ട്. ഞാൻ പുതിയ EMI ഇട്ട് സഹോദരനെ കൊണ്ടൊരു ഫോൺ അടുപ്പിച്ച്. എനിക്ക് പറ്റില്ല, കാരണം എന്ന് വെച്ചാൽ ഞാൻ ബൈക്ക് എടുത്ത അതിന്റെ ഇതില് ഒരു ഇഷ്യൂ ഉണ്ട്. അതുകൊണ്ട് ഭർത്താവിന് എടുത്തു കൊടുത്ത അതിന്റെ ഇതില് എനിക്ക് കിട്ടില്ല, EMI പറ്റൂല. അതുകൊണ്ട് പിന്നെ അതിനെ സഹോദരനെ കൊണ്ട് എടുപ്പിച്ച്. അതുകൊണ്ട് ഇതായിരുന്നു എന്റെ പഴയ ഫോൺ റെഡ്മി. ക്യാമറയൊക്കെ പോയി, പിന്നെ ഒരുപാട് ഡിസ്പ്ലേ ശരിയാക്കി. പിന്നെ ഇത് തന്നെ നല്ലൊരു എമൗണ്ട് ആയി. സൈഡ് ബട്ടൺ പോയി, അത് വെച്ച് രണ്ടു മൂന്ന് വട്ടം ഗ്ലാസ് ഒട്ടിച്ച്. എന്നിട്ടൊന്നും രക്ഷയില്ലാണ്ട് റണ്ണിങ് ഔട്ട് കാണിക്കുന്നുണ്ടോ ഈ മുകളിൽ ആ ചിഹ്നം? അതുകൊണ്ടാണ് എന്റെ ഫോണിന് നല്ല ക്ലാരിറ്റി തോന്നണത്. ഇനി EMI ബാധ്യതയും കൂടെ ഉണ്ട്, 6 മാസം. എന്താവോ എന്തോ, യൂട്യൂബ് ചാനൽ കൊണ്ടുപോണോണ്ടാണ് ഫോൺ എടുത്തത്, അല്ലെങ്കിൽ തൽക്കാലം ഉപയോഗിക്കാൻ ഈ ഫോൺ മതി. പിന്നെ ആദ്യമായിട്ട് അവർ മേടിച്ചു തന്ന ഫോണാണ്, സ്വർണ്ണം പണയം വെച്ചപ്പോ മേടിച്ചതാണ്. പിന്നെ ഞാൻ വിചാരിച്ചു ഇത് കൊടുത്താലും ഒന്നും കിട്ടൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ വിചാരിച്ച് ഇതാർക്കും കൊടുക്കുന്നില്ല, ഈ ഫോൺ ഇരിക്കട്ടെ. മക്കൾക്ക് ഒരു സിം ഇട്ട് കൊടുത്താലും ഞാൻ ജോലിക്കൊക്കെ പോകുമ്പോ പൂട്ടിയിരുത്തിയിട്ട് പോകുമ്പോ ഇവർക്ക് അത് ഉപയോഗിക്കാമല്ല. ഇതെനിക്ക് വിളിച്ചറിയാലോ മക്കൾ എന്തൊക്കെ ആയിന്ന്. അപ്പോഴത്തേക്ക് ഞാന് ഇതിനകത്ത് 2-3 ദിവസമായി ഞാൻ മൊബൈൽ എടുത്തിട്ട്. പിന്നെ ഞാൻ വിചാരിച്ചു പിന്നൊരു വീഡിയോ ഇടാന്ന് വിചാരിച്ച്. വാടക, EMI എല്ലാം കൂടെ എന്താവോ എന്തോ പടച്ചോനെ. ജോലി ഇനി അങ്ങോട്ട് കണ്ടിന്യൂ ആയിട്ട് ജോലി കിട്ടണേ പടച്ചോനെ എന്നാണ്. മാസം ഒരു 15-20 പാലൊക്കെ എടുത്താൽ അത്യാവശ്യം വാടക കാര്യങ്ങളൊക്കെ അടഞ്ഞങ്ങ് പോവും, അൽഹംദുലില്ലാ. ഒരു മരത്തിന് എടുക്കുന്നതിന് 50 പൈസയേ ഉള്ളൂ. അതെല്ലാവർക്കും അങ്ങനെ തന്നെ കൂലി, അതെടുത്ത് കുറയ്ക്കണം. പിന്നെ ഇപ്പോഴൊരു പാട്ടിനെ കുറിച്ചൊക്കെ എല്ലാവരും നല്ല അഭിപ്രായം പറയുന്നുണ്ട്. പാട്ട് നല്ലതാണ്, കാര്യങ്ങള് കൊള്ളാം, അത്യാവശ്യം കുഴപ്പമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ ക്യാമറ ബാക്കിലോട്ട് പിടിക്കണേന്ന് പറഞ്ഞു, കാരണം ക്യാമറ കയ്യിലാണ് വെച്ചിരിക്കുന്ന മൊബൈല്. അപ്പോഴൊരു പാട്ട് പാടിയല്ല. ഞാൻ പണ്ടത്തെ പാട്ടുകളാണ് പാടുന്നത്. പിന്നെ ഒരാള് കമന്റിൽ പറഞ്ഞൊരു സിനിമാ പാട്ട് പാടുമോന്ന്. നോക്കട്ടെ, പഠിച്ചിട്ട് പാടാൻ പറ്റുവാണെങ്കിൽ പാടാം. മാപ്പിള പാട്ടാണ് ഞാൻ കൂടുതലും പാടിയിട്ടുള്ളത്, എനിക്ക് അധികം അറിയില്ല, എന്നാലും പാടാം. പിന്നെ എന്റെ ചാനല് ഞാൻ പറഞ്ഞില്ലേ മോണിറ്റൈസേഷൻ കഴിഞ്ഞിട്ടുണ്ട്, വരുമാനത്തിൻ്റെതൊന്നും ആയിട്ടില്ല കേട്ടാ. പിന്നെ മക്കളെ വിളിക്കുന്ന, നമ്മളെ നാട്ടിലെ മക്കളെ വിളിക്കും. അത് ഓരോ നാട്ടിന്റെ പ്രത്യേകതയാണ്, ഓരോ ശൈലി. അത് ഓരോ ജില്ലയ്ക്കും ഓരോ ഇതാണ്. പിന്നെ ഓരോ നാടിനും ഓരോ ഇതുണ്ട്, സംസാരമുണ്ട്. പിന്നെ സിനിമകളിലൊക്കെ കണ്ടിട്ടില്ലേ ഓരോ ഭാഷകള്, അതേപോലെ ഓരോ ഇതുണ്ട്. അപ്പൊ ഒരു പാട്ട് കേട്ടാലാ? ആരോരും പറയാതെ, ആരോരും കാണാതെ, എല്ലാരും മൂളും ഗാനം വേദനേ. മൗനങ്ങൾ നോവായി മാറും, വെണ്ണീരായി നെഞ്ചോടമരും, കണ്ണീരായി പാടും ഗാനം. അഹദായ റഹ്മാനേ, അലിവേഗം സുബ്ഹാനേ, ആരാധ്യനായോനേ, കരുണാമയനായോനേ, എല്ലാം അറിയുന്നോനല്ലേ, എല്ലാം കേൾക്കുന്നോനല്ലേ. ആരോരും പറയാതെ, ആരോരും കാണാതെ, എല്ലാരും മൂളും ഗാനം വേദനേ. മൗനങ്ങൾ നോവായി മാറും, വെണ്ണീരായി നെഞ്ചോടമരും, കണ്ണീരായെന്നും ഗാനം. ജന്മങ്ങളെല്ലാം നിന്നെ തേടും, കണ്ണീരിലൂടെ ഞാനും തേങ്ങും, അറിയാനായി നെഞ്ചിനുള്ളിൽ മോഹം, അറിയാതെ കാത്തുള്ളിൽ സ്നേഹം. ഈ കാണും ലോകത്ത് സ്വപ്നത്തിൻ താരാട്ട്, ഈ കാണും ലോകത്ത് സ്വപ്നത്തിൻ താരാട്ട്, എല്ലാം അറിയുന്നോനല്ലേ, എല്ലാം കേൾക്കുന്നോനല്ലേ. അഹദായ റഹ്മാനേ, അലിവേഗം സുബ്ഹാനേ, ആരാധ്യനായോനേ,
വന്ദ്യനായോനേ കരുണാമയനായോനേ എല്ലാം അറിയുന്നോനല്ലേ. അപ്പോഴെങ്ങനെയുണ്ട് മക്കളെ പാട്ട്? ഞാൻ മക്കളെ പറയണത് എന്താ നിയമം, നമ്മുടെ നാട്ടിൽ അങ്ങനത്തെ ഒരു ഭാഷയുണ്ട് മക്കളെന്ന്, അത് നിങ്ങൾ ആരും ഇതാക്കണ്ട. പിന്നെ വേറെന്തൊക്കെയാ വിശേഷങ്ങൾ എന്ന് പറഞ്ഞാല് വരുമാനമൊക്കെ കിട്ടുകയാണെങ്കിൽ അൽഹംദുലില്ലാ വലിയൊരു ഉപകാരമായേന. എല്ലാരും യൂട്യൂബ് ചാനൽ തുടങ്ങുന്നുണ്ടെന്നറിയാമോ? വരുമാനത്തിന്റെ ഇതിനാണ്. പിന്നെ എന്തിനാണ് മസിൽ പെയിൻ ഒക്കെ ഉണ്ട്, കാരണം ഇത്രയും കാലില് റിസ്ക് ഇല്ലാതെ പാലെടുക്കുന്നുണ്ട്. പിന്നെ പാലൊക്കെ എടുത്തു കഴിഞ്ഞാൽ കുറേ നേരം വലിയ പ്രശ്നമാണ്. പിന്നെ ഞാൻ കുറേ നേരം തോട്ടത്തിൽ ഇരിക്കും, അത് കഴിഞ്ഞിട്ടൊക്കെയാണ് വരുന്നത്. പിന്നെ കൈ വൃത്തിയാക്കി. പിന്നെ ഒരു കമന്റ് കണ്ട്, നീ മാത്രമേ പണിക്ക് പോണോളാ? ഞാൻ മാത്രമല്ല പണിക്ക് പോണ, ഒരുപാട് പേര് പണിക്കുണ്ട്. ഇന്ന് പണിക്ക് പോയാലേ ജീവിക്കാൻ പറ്റൂ, കാരണം സാധനങ്ങളുടെ വിലക്കയറ്റം അല്ല. ആ ഒറ്റയ്ക്ക് തുഴയുമ്പോഴേ അറിയത്തുള്ളൂ ഒരു മരം ഉണ്ടെങ്കിൽ അതിനൊരു തണലുള്ളു. പക്ഷെ നമ്മുടെ സങ്കടം പറയാൻ ആരുണ്ട്? ഒരേ ഇത്തമാന്റെ വീഡിയോകളൊക്കെ കാണുമ്പോഴത്തേക്കും എന്നെ വിളിക്കുന്ന ഇത്താമാർക്കൊക്കെ വീഡിയോസ് ഉണ്ട്, അവർക്കൊക്കെ പറയാനെങ്കിലും ഒരു ഭർത്താവുണ്ട്. നമ്മൾ ആരുടെ അടുത്ത് പറയും? കുഞ്ഞു മക്കളുടെ അടുത്ത് പറയാൻ പറ്റുമോ? പിന്നെ ഇവരെയും കൊണ്ട് തോട്ടത്തിലൊക്കെ പോകുമ്പോ ഇവരൊക്കെ ചെയ്യുന്നത് കാണുമ്പോഴേ എനിക്കങ്ങ് സങ്കടം വരും. കാരണം വെച്ചാൽ ഇവരെ ഇങ്ങനെയൊന്നും ജീവിക്കേണ്ടിയുള്ള മക്കളല്ലായിരുന്നു. പിന്നെ എല്ലാ റബ്ബിന്റെ വിധി തീരുമാനം. പിന്നെ എന്താണ്, മക്കൾ കുറച്ചും കൂടെ വളർന്നാൽ എന്റെ കഷ്ടപ്പാടെല്ലാം മാറും. അൽഹംദുലില്ലാ. എല്ലാരും പറയും നിനക്ക് 2 ആൺമക്കളല്ലേ, പെൺകുഞ്ഞിനെക്കാട്ടും കൂടുതൽ ആൺമക്കൾക്ക് ഫുഡും ഭക്ഷണം എല്ലാ രീതിയിലും കൊടുക്കണം. അവന്മാര് ചോദിക്കും, ഉമ്മി അതില്ലേ? ഒരാൾ എന്നെ ഉമ്മ വിളിക്കും, ഒരാൾ ഉമ്മച്ചി വിളിക്കും, ഒരാൾ ഉമ്മി വിളിക്കും. ഇന്ന് ഞാൻ പറഞ്ഞു എനിക്ക് നല്ല കാൽവേദന മോനെ, നടക്കാൻ പറ്റുന്നില്ല എന്റെ പൊന്നു, ഒത്തിരി കാട് എന്ന് വെച്ചാല് നല്ല പുല്ല് കയറി നിറഞ്ഞ സ്ഥലമാണ്. അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞു, ഉമ്മച്ചീനെ ഞാൻ ഇളയോൻ, ഉമ്മച്ചീനെ ഞാൻ കൈ പിടിച്ചോളാം, എന്നെ അമ്മച്ചി വീണു പോയാലാ എന്ന് പറഞ്ഞ് എന്റെ കണ്ണങ്ങ് നിറഞ്ഞു പോയി. കാരണം എന്റെ കഷ്ടപ്പാട് കണ്ടിട്ടാണ് വളരുന്നത്. അള്ളാഹുവേ റബ്ബേ, ഈ ദുനിയാവിലും ആഖിറത്തിലും എനിക്ക് തണലായി വരുന്ന മക്കളാവണേ പടച്ചോനെ എന്നാണ് ഞാൻ പറയും. ഉമ്മി ഇത്രയും കഷ്ടപ്പെട്ട് മക്കളെ നോക്കുന്ന എന്താണ്? എന്റെ മക്കള് എല്ലാവരും പറഞ്ഞ് എത്തിങ്ങാനെയൊക്കെ ഉണ്ടാക്കുക, എന്റെ പടച്ചോനാണ് സത്യമായിട്ട് തന്നെ. പിന്നെ ഒരു സമയത്ത് അവരെ ഇഷ്ടപ്രകാരം ഞാൻ ആക്കണമെങ്കിലേ ഉള്ളു, അല്ലാണ്ട് ഞാൻ ആക്കൂല. കാരണം എനിക്ക് തണലും സമാധാനവും എന്റെ മക്കളാണ്. ഇപ്പൊ ഞാൻ മക്കൾക്ക് വേണ്ടിയല്ലേ ജീവിക്കുന്ന, അതുപോലെ ഇനിയും മുന്നോട്ട് അങ്ങനെ പോകും. പിന്നെ നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് വേണം. കാരണം എന്ന് വെച്ചാല് എന്നെ ഇവിടം വരെ എത്തിച്ച നിങ്ങളാണ്. കാരണം ഈ ഒരു വരുമാനം എന്റെ വീഡിയോസ് ലാസ്റ്റ് വരെ നിങ്ങൾ കാണാൻ ശ്രമിക്കണം. പിന്നെ എന്റെ കുറെ കാര്യം ഞാൻ ഇപ്പോഴാണ് എന്റെ അക്കൗണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ ഇങ്ങനെ പൊക്കോണ്ടിരിക്കണം, അൽഹംദുലില്ലാ. അപ്പോഴേ ഇനി എന്റെ കാര്യങ്ങൾ A to Z കാര്യങ്ങൾ നിങ്ങളോട് ഞാൻ പറയും. കുറെ പേര് എന്നെ കുത്തി പറയുന്നുണ്ട്, അതിനെല്ലാം റിപ്ലൈ ആയിട്ടൊക്കെ ഞാൻ വരും. കാരണം എന്താ വെച്ചാൽ ഞാൻ ആരാണെന്നോ എന്താണെന്നോ എന്ന് നിങ്ങൾക്ക് ആർക്കും അറിയില്ലായിരുന്നു. ഇപ്പൊ കുറച്ചു പേർക്ക്. പിന്നെ കുഞ്ഞു മക്കളൊക്കെ ചോദിക്കും, മാമിക്ക് യൂട്യൂബ് ചാനലില്ലേ, നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ അതൊക്കെ കേൾക്കുമ്പോ ഭയങ്കര സന്തോഷമാണ്. പിന്നെ എന്റെ പാട്ട് ഞാൻ നല്ല ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, പള്ളിക്കാട്ടിലാണ് നാളെ മണിയറ. ആ പാട്ടിനും നല്ല വ്യൂസ് ഉണ്ട്, അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് 2K 2.5K ഒക്കെ വരുന്നുണ്ട്. ഇത് പഴയ വീഡിയോസ് ഒക്കെ എല്ലാരും കണ്ടു തുടങ്ങി. മുമ്പ് 500 600, അതൊക്കെ നിങ്ങളുടെ സപ്പോർട്ടാണ്. പിന്നെ യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടിയാൽ എനിക്ക് മാത്രമല്ല ഒരുപാട് പേരെ സഹായിക്കണമെന്നൊക്കെ ഉണ്ട്. ഇൻഷാ അള്ളാഹ്, അള്ളാഹു വിധി കൂട്ടട്ടെ. പിന്നെന്താണ്, ഈ മക്കളെ എന്റെ മുമ്പ് നിന്നിട്ട് എനിക്ക് വളരുന്ന കാണണം. കാരണം എന്ന് വെച്ചാൽ ഒരു വയസ്സ് തൊട്ട് ഞാൻ കഷ്ടപ്പെടലായി, മോനിപ്പം 3.25 വയസ്സായി. അവനിക്ക് ഇൻഷാ അള്ളാഹ് എന്നും പറയും എന്റെ ബർത്ത്ഡേക്ക് കേക്ക് മുറിക്കണേ മീ എന്നൊക്കെ പറയും. ഞാൻ പറയും ഇൻഷാ അള്ളാഹ് ഞാന് ജീവിച്ചിരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ എന്റെ മക്കൾക്ക് കേക്ക് മേടിച്ചിട്ട് മുറിക്കും എന്നൊക്കെ ഞാൻ പറഞ്ഞു. അപ്പോഴൊക്കെ അവരെ സന്തോഷം കാണണം. കാരണം അവരെ പുറത്തു കൊണ്ടുപോകാനോ ഒന്നുമില്ല. പിന്നെ മോക്ക് പള്ളിയിൽ ആ ട്രോഫി വാങ്ങിയില്ല. കാരണം എന്ന് വെച്ചാൽ അന്ന് ഞാൻ പറഞ്ഞില്ലേ പണിയും കഴിഞ്ഞിട്ട് ഞാൻ നേരത്തെ അങ്ങ് എന്റെ കുടുംബ വീട്ടിൽ പോയായിരുന്നു. നാളെ തൊട്ട് ഇൻഷാ അള്ളാഹ് പണി സ്റ്റാർട്ട് ചെയ്യാണ് വീടിന്റെ. എത്രയും പെട്ടെന്നുള്ള പണി അങ്ങ് പുറത്തേക്ക് റബിയുൽ ലെവലിൽ കയറാൻ പറ്റുമോ എന്തോ, അള്ളാന്റെ തീരുമാനമാണ്. ഒരു വീട്, ഒരു വണ്ടി, ഒരു വസ്തു എല്ലാം റബ്ബിന്റെ നിമിത്തം പോലെ നടക്കുള്ളൂ. പിന്നെ ഒരുപാട് പേര് പറഞ്ഞു 10 മിനിറ്റുള്ള വീഡിയോസ് നീ ഇടണേ, എന്നാലേ നല്ല ഇതുള്ളൂ. എനിക്ക് ഒരു വീഡിയോസ് നമ്മൾ 2 ദിവസം കഴിഞ്ഞാണ് ഒരു പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞിട്ട് വരും. അതിൽ നമുക്കൊരു കൂടിപ്പോയാൽ ഒരു 43 വാച്ചിങ് അവർ കിട്ടിയാൽ ഒരു $4 അത്രേ എനിക്ക് കയറുള്ളൂ. എന്റെ ഡോളർ ഞാൻ കാണിച്ചു തരാം. എന്റെ യൂട്യൂബ് ചാനൽ ഇതിനകത്ത് എനിക്കിപ്പോ വൈഫൈ കണക്ട് ചെയ്തിട്ടിരിക്കുന്നതുകൊണ്ട് എന്റെ യൂട്യൂബ് ചാനൽ നിങ്ങളെ കാണിക്കാം. പക്ഷെ യൂട്യൂബ് സ്റ്റുഡിയോ എനിക്ക് എടുക്കാൻ പറ്റില്ല. കാരണം എന്ന് വെച്ചാൽ എന്തെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് സ്പേസ് ഇല്ല, ഒന്നാമത്തെ കാര്യം. എനിക്ക് ഇപ്പോഴേ ഏകദേശം ഇതെന്റെ ചാനലാണ്.
നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതെന്തോ. മസ്റൂറ ഫാത്തിമ കണ്ട 7 പോയിന്റ് ഇത്രയും കിട്ടി. ഇത്രയും എനിക്ക് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്, അതുപോലെ എനിക്ക് വ്യൂസ് വേണം. അപ്പൊ 7.88K 88K സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. 244 വീഡിയോ ഷോർട്ട് ഉൾപ്പെടെ ഞാൻ ഇടുന്നുണ്ട്. കാരണം ലോങ്ങിലാണ് നമുക്ക് ഓരോ അറിവ് നമുക്ക് ഓരോരുത്തരാണ് പറഞ്ഞത്. ലോങ്ങിലാണ് എനിക്ക് കൂടുതലും എന്താണ് ഇത് കിട്ടിയിട്ടുള്ളത്, വരുമാനം കിട്ടിയിട്ടുള്ളത്. ഷോർട്ടിൽ എത്രയും മില്യൺ ഒക്കെ വേണം. അത് നമുക്ക് ഞാൻ ഷോർട്ട് അങ്ങനെ കൊണ്ടുപോകില്ല, എന്നാലും ഇടയ്ക്ക് ഇടും, ഷോർട്ടൊക്കെ ഇടും. കൂടുതലും അതിനകത്ത് കാണുന്നതിൽ എല്ലാവരും ചോദിച്ചു 4 മക്കൾ നിന്റെ. 4 മക്കൾ എന്റേതാണ്, പക്ഷെ ഒരെണ്ണം എന്റെ സഹോദരന്റെ കുട്ടിയാണ്, അതും എന്റെ മകൾ തന്നെയാണ്. ഞാൻ 4 മക്കളെ പ്രസവിച്ചിട്ടുണ്ട്, ഒരാൾ മരണപ്പെട്ടു പോയി. അപ്പൊ എനിക്ക് 4 മക്കള്. എന്റെ കുട്ടി മോൾക്ക് എന്ത് വാങ്ങിയാലും, ഞാൻ എന്റെ കൈ കൊണ്ട് വാങ്ങിയാലും ഇൻഷാല്ലാ ആ മോൾക്ക് ഞാൻ വാങ്ങിക്കൊടുക്കും. കാരണം അവൾ എന്റെ പൊന്നോളാണ്, ഇപ്പൊ പോയതേ ഉള്ളൂ. ഇൻഷാല്ലാ നിങ്ങൾ എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യണം. എന്റെ വീടാവാൻ വേണ്ടി ഞാൻ പാലിയാച്ചിന് എല്ലാരെയും വിളിക്കും. വരാൻ പറ്റുന്നവരെല്ലാരും വരണം. കാരണം എന്ന് വെച്ചാൽ നാട്ടിലുള്ളവരും പ്രവാസികളെ കുറെ ഇക്കാമാരൊക്കെ വിളിച്ചിട്ട് പറഞ്ഞു ഇൻഷാല്ലാ വീട് പണി. കാരണം പ്രവാസികൾക്കൊക്കെ അറിയാം കഷ്ടപ്പാട്. ഒരു കുടുംബം എങ്ങനെയുണ്ട്. ഇപ്പൊ ഒരാണും പെണ്ണും ഇറങ്ങിപ്പോയാലേ ജീവിതം നടക്കുള്ളൂ. അതേപോലെ ഇന്ന് ഞാൻ ഇറങ്ങിപ്പോയാലേ എന്റെ കാര്യം നടക്കുള്ളൂ. ഇൻഷാല്ലാ എനിക്ക് സഹായം കിട്ടാൻ അള്ളാഹു വിധിച്ചിട്ടുണ്ടെങ്കിൽ കിട്ടും, ഇല്ലേ ഇല്ല, അത്ര തന്നെ. ഞാൻ എല്ലാം പടച്ചോനിലാണ്. ഇതുവരെ ഈ വീട് പെട്ടെന്നാവോന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. അൽഹംദുലില്ലാ. അപ്പോഴേ ശരി, അസ്സലാമു അലൈക്കും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ. എന്റെ മക്കൾക്കും എല്ലാവർക്കും വേണ്ടി നിങ്ങൾ ദുആ ചെയ്യണേ.